ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടിട്ട് അദ്ദേഹത്തിനാകെ എന്താ രോമാഞ്ചം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന്. 10 ഭഗവാന്റെ വിഭൂതി ചിന്തനാണ്. ആദ്യം അങ്ങനെ വയ്ക്കും, ചിന്തിക്കുക. 11 അത് ദർശനായി. അങ്ങനെയാണ് നമ്മളത് ആദ്യം ചിന്തിക്കും, പിന്നെ ദർശനായി. അപ്പോൾ ഇനി കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവമാണ് ഇനി 12 ഭക്തിയായിട്ട് വരുന്നത്. ഭക്തിയോഗം ഇതിൻ്റെ എല്ലാം അവസാന ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് സ്തുതിക്കുകയാണ് ഇവിടെ ഭഗവാനെ. 11-ാം അധ്യായത്തിൽ 11 ശ്ലോകങ്ങളെ കൊണ്ടാണ് സ്തുതി. അങ്ങനെ പല ദിക്കിലും പ്രത്യേകത ഉണ്ട്. ഭാഗവതത്തിൽ പല ദിക്കിലും ഇപ്പോൾ 12-ാം അധ്യായത്തിലാണെങ്കിൽ ഒരു ബ്രഹ്മ അനുഭൂതിയെ പറ്റിയുള്ളതുണ്ട്. അത് 12 ശ്ലോകത്തിലാണ്. അത് മാത്രമല്ല ഇവിടെ ആകെ ഒരൊറ്റ സ്തുതിയുള്ളൂ ഗീതയിൽ, ഇതെവിടെ മാത്രം. മറ്റൊക്കെ കാര്യം പറയലാണ്. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകൃത്യ ജഗൽപ്രകർഷ്യനുജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘ. ഇത് വളരെ പ്രധാനപ്പെട്ട ആദ്യ ശ്ലോകമായിട്ട് ഇതിനുണ്ടത്. സ്ഥാനേ എന്ന് പറഞ്ഞാൽ സ്ഥാനം ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പം അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ എന്തെന്ന്, നീയില്ലെങ്കിലും ഇവരൊക്കെ കൊന്നിരിക്കുന്നു, നീ ഒരു നിമിത്തം മാത്രമായിക്കോ. അപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥാനേ ശരി, സ്ഥിരായി. സ്ഥാനേ ഹൃഷീകേശ. ഹൃഷീകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അവയുടെ ഉടമസ്ഥനാണ് ഭഗവാൻ. നാം സാധാരണ മനുഷ്യൻ ഇന്ദ്രിയങ്ങളുടെ അടിമയാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. ഭഗവാൻ അങ്ങനെയല്ല, അതിൻ്റെ ഉടമയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കാണേണ്ടു വെച്ചാൽ അതേ കാണുള്ളൂ, ഇന്നത്തെ കേൾക്കേണ്ടു വെച്ചാൽ അതേ കേൾക്കുള്ളൂ. ശ്രീകേശ തവ പ്രകീർത്തിയ, അങ്ങേ പ്രകർഷയാണ് കീർത്തിക്കുന്നു. കീർത്തനം എന്ന് പറയുന്നത് സാധാരണ പൊതുവെ എപ്പോഴും പരിചയം ഏതെങ്കിലും ഒരു മതിൽ എന്നിട്ട് കുറച്ച് ആളുകളൊക്കെ കൂടി ഇരുന്ന് ഭജന ചെല്ലണതിനാണ് കീർത്തനം എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ അതിൻ്റെ ഉദ്ദേശം കീർത്തി പടർത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ കീർത്തി വളരുക. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ ഗാന്ധിജിയെ പറ്റി ബഹുമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗാന്ധിജി അഹിംസ വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സൊക്കെ തന്നെ ആ അഹിംസയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഗാന്ധിക്ക് കീർത്തിയുള്ളൂ. അല്ലാതെ ഗാന്ധിജി അഹിംസ പറയാം, ഇവരൊക്കെ ഹിംസയും ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ ഗാന്ധിജിയെ കീർത്തിക്കുന്നത്? അതില്ല. ഇപ്പോൾ ശ്രീരാമനെ പറ്റി കീർത്തി വെച്ചാൽ ശ്രീരാമൻ സത്യസന്ധനാണെങ്കിൽ ഞാനും സത്യസന്ധനാണ്, അപ്പോഴേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മഹാത്മാക്കളൊക്കെ അങ്ങേ കീർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ അതുപോലെ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം. പ്രകൃത്യ ജഗൽ പ്രഹൃഷ്യ, അത് കാരണം ജഗത്ത് മുഴുവനും പ്രഹർഷയാണ് ആനന്ദിക്കുന്നു. പ്രഹൃഷ്യ അനുരഞ്ജതേച്ച, അനുരഞ്ജനം കൂടിച്ചേരാം, സന്തോഷിച്ച് എല്ലാവരും സന്തോഷിച്ച് അങ്ങേ പറ്റിയിട്ട് കീർത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് മഹാത്മാക്കൾ ആദ്യം കാണുന്നത് മഹാത്മാക്കളാണ്. ഇനി അത്രയൊന്നും മഹത്തില്ലാത്ത, അത്രയൊന്നും ബോധം വരാത്ത, ആരും കുറ്റമായിട്ട് പറയാറില്ല, അവരെന്താണ് രക്ഷാംസി ഭീതാനി, രക്ഷസ്സുകൾ വെച്ചാൽ ഈശ്വരൻ്റെ ആ ലെവലിലേക്ക് പൊന്താൻ പറ്റാത്ത ആളുകൾ ഇതുള്ളൂ. അല്ലാണ്ട് മോശം എന്ന് പറയുന്നത് തമോ ഗുണം ഈശ്വരൻ്റെ തന്നെയാണ്, അങ്ങനെ ഒരു ലെവലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗുണദോഷങ്ങൾ കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. പൂർണ്ണത്തിൽ വന്നാൽ ഗുണവുമില്ല ദോഷമില്ല. അപ്പോൾ ഇവിടെ രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി, 4 ഭാഗത്തേക്കും രക്ഷസുകൾ ഭയപ്പെട്ട് ഓടുന്നു. സർവേ നമസ്യന്തി, മഹാത്മാക്കളൊക്കെ അങ്ങനെയല്ല, അങ്ങയെ നമസ്കരിക്കുന്നു. നമസ്കരിക്കുക വെച്ചാൽ കീഴൊതുങ്ങുക അർത്ഥമാണ്. കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാലോ അങ്ങ് എന്ത് പറയണതോ അത് അതേപോലെ സ്വീകരിക്കാം എന്ന് പറയുമ്പോഴാണല്ലോ നമസ്കരിക്കുക. ഭഗവാനെ ശരണം പ്രാപിക്കുക, നമസ്കരിക്കുക എന്നൊക്കെ ഒറ്റ വാക്കാണ്. നമസ്യന്തി ച സിദ്ധസംഘ, സിദ്ധന്മാരായിട്ടുള്ള സംഘക്കാരൊക്കെ അങ്ങേ നമസ്കരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യണമെന്നുള്ള സ്തുതിയിൽ ആദ്യം ആരാണ്? ജഗത്ത് മുഴുവനും ആനന്ദിക്കുന്നു. അതെങ്ങനെയാണ്? ഒന്ന്
സജ്ജനങ്ങളുടെ നന്മയും ദുർജനങ്ങളുടെ നാശവും രണ്ടും കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. കസ്മാച്ചത്തെ നമേരൻ മഹാത്മൻ ഗിരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസൽപരം യത്. കസ്മാച്ച തേ നമേരൻ, അങ്ങേ എന്തുകൊണ്ട് നമസ്കരിക്കില്ല എന്ന് വെച്ചാൽ എല്ലാവരും നമസ്കരിക്കും. എന്തുകൊണ്ട് അദ്ദേഹനെ പൂജിക്കില്ല എന്ന് വെച്ചാൽ എല്ലാവരും പൂജിക്കും. നമേരൻ അങ്ങാരാണ് മഹാത്മൻ, ആത്മാവ് വളരെ മഹത്തായത്. ഇപ്പോൾ നമ്മളുടെ ആത്മാവൊക്കെ വളരെ സങ്കുചിതമാണ്. ഇപ്പോൾ ഗാന്ധിജിയെ മഹാത്മാവെന്ന് പറയാൻ കാരണം ഈ ഭാരതത്തിൽ നല്ല എവിടെയെങ്കിലും ഒരാളുടെ കഷ്ടപ്പാടുണ്ടെങ്കിൽ കണ്ണുനീർ ഒഴുക്കുന്നത് ഗാന്ധിജിയാണ്. കാരണം താൻ തന്നെയാണെന്ന് തോന്നുക. അപ്പോഴാണ് നമ്മുടെ സങ്കുചിതമായ വളരെ ഇടുങ്ങിയ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബമോ അല്ലെങ്കിൽ എൻ്റെ രാജ്യം വരെ, ഇതങ്ങനെയല്ല, വിശ്വഭാവന, അങ്ങനെയുള്ള ആളെയാണ് മഹാത്മാവ്. അപ്പോൾ ഭഗവാൻ മഹാത്മാവാണല്ലോ, മഹാത്മൻ. ഗിരീയസേ, ഗിരീയസ അതിലും അധികം മേലെയാണ്. ആരെ? ബ്രഹ്മണോപ്യാദികർത്തെ, ഈ ലോകമുണ്ടാക്കിയത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനെക്കാട്ടിലും മേലെയാണ് ഈ ഭഗവാൻ. കാരണം ഭഗവാനിലാണ് ബ്രഹ്മാവ് ഉണ്ടാവുന്നത്. ആ താമര എന്നുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഈ ബോധമാണ്, ബോധത്തിൽ നിന്ന് പിന്നെ ബുദ്ധി, മനസ്സ്, അങ്ങനെ വരുന്നല്ലോ. അപ്പോൾ അതിൽ ഈ ബ്രഹ്മാവിനെ ബുദ്ധിയുടെ ദേവതയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് നോക്കവിടെ എന്താണ്, ഗിരീയ ബ്രഹ്മാവിനേക്കാൾ മേലെയാണ് അങ്ങ്. അനന്ത ദേവേശ ജഗന്നിവാസ, ഓരോ വാക്കും ശ്രദ്ധിച്ചാൽ വളരെ രസമാണ്. ഒന്ന് അനന്ത, അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത് എന്നാണല്ലോ, അവസാനമില്ലാത്തത്. അവസാനമില്ലാത്തതാവുമ്പോൾ അതിന് തുടക്കം ഉണ്ടാവില്ല. തുടക്കമുള്ളതിനൊക്കെ അവസാനമുണ്ട്, തുടക്കമില്ലാത്തതിനൊന്നും അവസാനമില്ല. അപ്പോൾ സാധാരണ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്, സൃഷ്ടിക്ക്. അപ്പോൾ സംഹാരമുണ്ട്. ഭഗവാൻ അങ്ങനെയല്ല, അനന്തനാണ്. അതുകൊണ്ടാണ് ആ അനന്തനിലാണ് ഭഗവാൻ കിടക്കണമെന്ന് പറഞ്ഞാൽ അതൊരു പാമ്പല്ല. അത് അങ്ങനെ ഒരു ധാരണ വരിക. അനന്തമായ ശക്തി ഈ ലോകത്തിലുണ്ട്, അതൊക്കെ ഭഗവാനിലാണ് ലയിച്ചിരിക്കുന്നത്. അനന്ത ആ ദേവേശ, ദേവന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയിലുള്ള ശക്തികളെയാണ് ദേവന്മാരുണ്ട്. അവരുടെയൊക്കെ ഈശ്വരനാണ് ഭഗവാൻ. അനന്ത ദേവേശ. അങ്ങ് ജഗന്നിവാസ, രണ്ട് തരത്തിലുണ്ട്. ഭഗവാനിൽ ജഗത്ത്, ജഗത്തിൽ ഭഗവാൻ, അങ്ങനെയാവാം. രണ്ടുണ്ട്. ഇതൊക്കെ 9 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തു പറയാൻ പറയും, ജഗത്തിലൊക്കെ ഭഗവാനുണ്ട് പറയാം. പക്ഷേ ഭഗവാനിൽ ജഗത്ത് ഇല്ല എന്ന് പറയാൻ വേണ്ടത്. അത് വയ്യല്ലോ. ഭഗവാനിൽ ജഗത്തും ഉണ്ട് വെച്ചാൽ രണ്ട് വരും. അതൊക്കെ 9 പറഞ്ഞിട്ടുണ്ടൊക്കെ. ആ എന്താണ്, ജഗന്നിവാസ, ജഗത്തിൽ അങ്ങാണ്. അങ്ങ് നിരപേക്ഷണം, ജഗത്ത് സാപേക്ഷണം. അങ്ങുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ജഗത്തില്ലെങ്കിലും അങ്ങുണ്ട്. അങ്ങയുടെ അഭാവത്തിൽ ജഗത്തില്ല. അതായത് ജഗത്തിന് സ്വയം നിൽക്കുകയില്ല, ഈ അങ്ങയെ ആസ്പദിച്ചാണ് നിൽക്കുന്നത്. അതാണ് ജഗന്നിവാസ. ത്വമക്ഷരം, 2 അക്ഷരമുണ്ട്. ഒന്ന് അക്ഷരം വെച്ചാൽ ക്ഷരമില്ലാത്തത്, ക്ഷരമില്ലാച്ചാൽ മാറ്റം വരാത്തത്, നശിക്കാത്തതല്ല, മാറ്റം വരാത്തത്. നാശം എന്നൊന്നും ഇവിടെ ഇല്ല എന്ന് വളരെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നശിക്കുക വയ്യ, നാമരൂപങ്ങളിൽ മാറ്റം വരുക. ത്വമക്ഷരം സദസൽ പരം യത്. 9 ശ്ലോകം ഓർമ്മ ഉണ്ടാവണം. നസത് നാസത് ഉച്യതേ എന്ന് 9 19 ശ്ലോകം പറഞ്ഞു. ഞാൻ സത്തും അസത്തും അല്ല, അല്ലെങ്കിൽ സത്തുമാണ് അസത്തുമാണ്. ഈ ദ്വന്ദ്വം വരുന്നതൊക്കെ ചലനത്തിലേ ഉള്ളൂ. നമുക്ക് പകലും രാത്രിയും നമ്മൾ അനുഭവിക്കുന്നു. എന്താ കാരണം? ഭൂമിയുടെ ചലനം കൊണ്ടാണ്, അല്ലേ? നമുക്ക് രാത്രിയുണ്ട്, പകലുമുണ്ട്, അങ്ങനെ പല ദ്വന്ദ്ങ്ങളുണ്ട്. പക്ഷേ ഈ പകലും രാത്രിയും സൂര്യന് ബാധകമല്ല. കാരണം സൂര്യൻ ചലിക്കണേയില്ല, അത് തേജോ ഗോളാണ്, അല്ലേ? അപ്പോൾ ആ ഒന്ന് മാത്രമാകുമ്പോൾ ഇവിടെ ദ്വന്ദ്വാണ്. ഇവിടെ പറഞ്ഞത് സദപരം, സത്തും അസത്തും. സത്ത് എന്ന് പറയുമ്പോഴും അസത്ത് എന്ന് പറയുമ്പോഴും കൂട്ടി പറയുമ്പോൾ അവ ഇൻ്റർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളാണ്. ഇവിടെ അതിൻ്റെ അപ്പുറത്താണ്. അതാണ് നിരപേക്ഷം എന്ന് പറയുന്നത്. അവിടെ സത്തുമില്ല
അസത്വമില്ല. സത് പരം യത്. പിന്നെ ആരാണ്? ത്വം ആദിദേവ. ദേവന്മാരെ പറഞ്ഞു ശക്തികളാണ്. അങ്ങാണ് ആദ്യത്തെ ശക്തി. ത്വം ആദിദേവ. പുരുഷ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥമല്ല. ഉണ്ട് ആറ്റങ്ങൾ. പുരുഷനും പ്രകൃതിയും ഇവരെ കപിലൻ്റെ ഭാഗമാണ്. സാഖ്യത്തിലെ പുരുഷൻ പ്രകൃതി 24. അപ്പോൾ പറഞ്ഞു തന്ന ഗുണങ്ങളൊക്കെ ആ 24 ഗുണങ്ങളുണ്ടെങ്കിലും പ്രകൃതിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. കാരണം പുരുഷനെ അപേക്ഷിച്ചാണ് ഈ പ്രകൃതി നിൽക്കുന്നത്. പ്രകൃതിയിൽ പുരുഷനും കൂടി ചേരുമ്പോൾ പ്രകൃതി ശക്തിവത്താവുകയാണ്. പ്രകൃതി പുരുഷൻ മാറി നിന്നാൽ പ്രകൃതി ജഡായി. പുരുഷൻ അങ്ങനെയല്ല. പുരുഷന് പ്രകൃതിയുടെ ആവശ്യമില്ല. പ്രകൃതിയോട് കൂടിയും പ്രകൃതി ഇല്ലാതെയും നിലനിൽക്കാൻ സാധിക്കും. അതാണ് വ്യത്യാസം. പുരുഷ. പുരാണ എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാട്ടിലും പഴത്. കാരണം ആദ്യം അതല്ലേ ഉണ്ടായത്. അവിടെ പുരാണ. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ഈ ഇവിടെ അങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ബോധം എന്നെടുക്കണം നമ്മൾ. പ്രജ്ഞാനം ബ്രഹ്മ എന്നുണ്ടല്ലോ. അല്ലാതെ കൃഷ്ണനല്ലല്ലോ അത്. അങ്ങനെ ഒരു വ്യക്തിയാവാൻ വയ്യ. ത്വം അസ്യ അങ്ങ് ഇതിൻ്റെ വിശ്വസ്യ. വിശ്വം സർവത്ര നിറഞ്ഞത്. വികസിച്ചത്. ത്വം അസ്യ വിശ്വസ്യ അതിൻ്റെ പരം നിധാനം. ശ്രേഷ്ഠമായ നിധാനം വെച്ചാൽ അതിൻ്റെ ഇരിക്കാനുള്ള സ്ഥലം. ആധാരം എന്നൊക്കെ ഉണ്ടല്ലോ. ഇതിനെല്ലാം ഇരിക്കുന്നത് അങ്ങാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഭഗവാനെ സ്തുതിക്കാം. പരം നിധാനം. വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വം അനന്തരൂപ. വേത്താസി വേദ്യം എല്ലാത്തിനെയും അങ്ങ് അറിയണു. വേദ്യം ച പരം ച ധാമ. അങ്ങയുടെ ധാമം എന്ന് പറഞ്ഞ സ്ഥലമാണ് പരംധാം. ഈശ്വരൻ്റെ സ്ഥലത്തിന് പരംധാം എന്നാ വരിക. വിനോബാജിയുടെ ആശ്രമത്തിന് പരംധാം ആശ്രമം. ഇതെന്നാ എടുക്കുന്നത് പരംധാം. ത്വയാ തതം അങ്ങ് എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നു. ഒരേ കാര്യം തന്നെ പലതരത്തിൽ പറയാന്നല്ലാതെ അല്ലാണ്ട് എന്താ സ്തുതിക്കുക. വാസ്തവത്തിൽ ഭഗവാൻ സ്തുതിക്കുക അതീതനാണ്. പറയുക. കാരണം യഥോ വാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഖ എന്ന് ഒരു മന്ത്രമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സ് വാക്കും അങ്ങോട്ട് അതിനെ പിടിക്കാൻ പറ്റില്ല. അതാണ് ബ്രഹ്മം. മനസ്സുകൊണ്ട് പറഞ്ഞാൽ ബ്രഹ്മല്ലാണ്ടേ. വാക്കുകൊണ്ട് പറഞ്ഞാൽ സംശയമില്ല. മനസ്സിനോ വാക്കിനോ ബുദ്ധിക്കോ പിടി കിട്ടാത്തതാണ്. അതുകൊണ്ടാണ് അങ്ങയാൽ തതം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങേ ഉള്ളൂ എന്നർത്ഥമാണ്. നമ്മൾ തതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം നിറയുക. അപ്പോൾ നമുക്ക് എന്തോ ഒരു കുറേ സ്ഥലമുണ്ട്, അതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ പരിമിതി ഉണ്ട് ഈ നിറയുക എന്ന് പറയുമ്പോൾ. ഇതങ്ങനെയല്ല. ഈ ഇവിടെ പറയുന്നത് അപരിമിതം എന്നുള്ള അർത്ഥത്തിലാണ് പദം. പരഞ്ച ധാമ ത്വയാ തതം വിശ്വം അനന്തരൂപ. ഇവിടെ ഭഗവാന് രൂപമുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് ചിലർ പറയും. ഇവിടെ ഭഗവാൻ അങ്ങനെയല്ലേ പറയും. അർജുനൻ പറഞ്ഞത് അങ്ങേക്ക് അനന്തരൂപാണെന്ന്. അരൂപൻ എന്ന് പറഞ്ഞാൽ രൂപനില്ലാത്തവൻ എന്നല്ല. രൂപമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ സങ്കുചിതനോ. അപ്പം അങ്ങനെയല്ല. എന്തെല്ലാം രൂപം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ രൂപങ്ങളെല്ലാം ഭഗവാന്റേതാണ്. അപ്പം പിന്നെ പ്രശ്നമില്ല. അനന്തരൂപ. വായുർ യമോഗ്നിർ വരുണശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായു, യമൻ, അഗ്നി, വരുണൻ, ശശാങ്കൻ ചന്ദ്രൻ എന്നർത്ഥം. ഈ ദേവതകളെല്ലാം തന്നെ ശശാങ്ക. പ്രജാപതി, പ്രജകളുടെ എല്ലാം പ്രജാപതി. ത്വം അങ്ങാണ്. ഇതിനൊക്കെ ഒരു വ്യാഖ്യാനം എന്താ പറയുള്ളത്? വാസല് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞുണ്ടാക്കാന്നല്ലാണ്ട് പറഞ്ഞിട്ട് സ്തുതിയിൽ ഈ സ്തുതി വരുമ്പോൾ അത് എപ്പോഴും വൈദികമായിട്ട് വേദപരാണ്. ഭാഗവതത്തിൽ അല്ല എല്ലാ പുരാണങ്ങളിലും 2 ഭാഗമുണ്ട്. ഒന്ന് കഥാഭാഗം, 2 സ്തുതി. സ്തുതി വേറെ ഒന്നുകൂടി വരും. ഉപദേശം ഒന്നുണ്ട്. ഉപദേശത്തൊക്കെ മേലെയാണ് സ്തുതി. അപ്പോൾ ആ സ്തുതി മുഴുവനും പൂർണ്ണ ശാസ്ത്രം. മറ്റതൊക്കെ ശാസ്ത്രം അല്ല എന്ന് പറയാൻ വയ്യ. എങ്കിലും ശാസ്ത്രത്തെ ആസ്വദിച്ച് നിൽക്കുന്ന കഥാഭാഗം അത് നമ്മൾ എടുക്കുകയില്ല. ഇപ്പോൾ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ
എങ്ങനെയാണ് അതിൻ്റെ സാരെടുക്കുക എന്നുള്ളതിന് സംസ്കൃതത്തിലെ ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ കാര്യം എങ്ങനെയാണോ നാം നെല്ല് കുത്തിയിട്ട് ഉമി കളഞ്ഞ് അതിലത്തെ അരി എടുത്തിട്ടാണല്ലോ ഭക്ഷിക്കുക. പക്ഷേ ഉമിയില്ലെങ്കിൽ ആ നെല്ല് അധികകാലം നിൽക്കില്ല, കേടുവരും. ആ വ്യത്യാസം. അപ്പോൾ ഉമിയൊരു ആവശ്യമാണ് എന്തിന് സൂക്ഷിച്ചു വെക്കാനൊക്കെ. ഉപയോഗിക്കുമ്പോൾ ഉമി കളയണം, എന്നിട്ട് ആ ധാന്യം മാത്രമേ എടുക്കാവൂ. ഇതുപോലെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിലത്തെ ഉമിക്ക് സമാനമാണ് അതിലത്തെ കഥകളല്ല, എല്ലാ കഥകളും. ആ കഥകളൊക്കെ ചേറി കളയണം, എന്നിട്ട് അതിലത്തെ ധാന്യം മാത്രമേ എടുക്കൂ. അതായത് ധാന്യം എന്ന് പറഞ്ഞാൽ സ്തുതികളും ഉപദേശങ്ങളും അതേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. ഈ സ്തുതിയും ഉപദേശവും ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ, അല്ലാണ്ട് കഥയ്ക്ക് വേണ്ടിയല്ല. പലപ്പോഴും നമുക്ക് വന്നു വരുന്ന വിഷമം നമ്മൾ ആ കഥകളിൽ തൂങ്ങണം, എന്നാൽ അത് ശരിയായി വിചാരിക്കുക. അതുകൊണ്ടാണ് ഭാഗവതത്തിലെ ആദ്യ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് പറഞ്ഞില്ലേ, മുഹ്യന്തിയൽ സൂരയ. ഈ ഭാഗവത കഥ കേട്ടിട്ട് സൂരികൾ മഹാപണ്ഡിതന്മാർ പോലും മോഹിച്ചു പോകുന്നു, ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കണു എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. നമോ നമസ്തേസ്തു സഹസ്രകൃത്വ വെച്ചാൽ 1000 പ്രാവശ്യമായിട്ട് എത്രയോ നമസ്കരിക്കുന്നു. പുനശ്ച ഭൂയോപി, പിന്നെയും അർജുനന് പറഞ്ഞിട്ട് മതിയാവണില്ല, പിന്നെയും എന്താ നമസ്കരിക്കുന്നു പറയണം. നമസ്കരിക്കുക വെച്ചാൽ കീഴൊതുങ്ങുക, ശരണം. കീഴൊതുങ്ങുക വെച്ചാൽ മറ്റൊരാളുടെ കീഴിലാവില്ല, ശരണം പ്രാപിക്കുക. ഈ ഭാഗവത ഈ രാമായണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആരുടെ? വിഭീഷണൻ്റെ ശരണാഗതി. അവിടുന്ന് ആറ്റി ഓടിക്കുമല്ലോ രാവണൻ. അപ്പോൾ ഇവിടെ വരും. അപ്പം 4 അമാത്യന്മാരോട് കൂടിയാണ് വന്നത്, എന്നിട്ടാണ് ശരണാഗതി ഉണ്ടായതെന്ന് രാമായണത്തിൽ പറയും. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല എൻ്റെ സൂത്രം എന്താണെന്നത്. ഇദ്ദേഹം മറ്റെല്ലാവരും കുടുംബത്തെയും ധനത്തെയും എല്ലാം ലങ്കയിൽ ഉപേക്ഷിച്ചിട്ട് ആണ് സർവ്വവും ഉപേക്ഷിക്കണം. അതായത് എന്തെല്ലാം നമ്മൾ അതിനോട് ബന്ധപ്പെട്ടോ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം ഈശ്വരനെ പ്രാപിക്കാൻ എന്നാണ് ഈ കഥയുടെ ഉള്ളിലുള്ള ആവശ്യം. അതിൽ 4 അമാത്യന്മാരും കൂടിയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നി ആദ്യം ഈ അമാത്യന്മാരും അവരുടെ ഭാര്യയും കുട്ടികളൊക്കെ വിട്ടിട്ട് പോന്നു. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാം ഇവരാണ്. അപ്പോഴാണ് അതിൻ്റെ ആ അതിൻ്റെ ക്രക്സ് ഉണ്ടല്ലോ. 4 അമാത്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരീരം മാത്രമല്ല മനസ്സും കൂടി ഭഗവാനിൽ സമർപ്പിച്ചു എന്നർത്ഥം. അവരാണ് ഈ 4 ആൾ. അന്ധക്കരണം, ആ അന്ധകരണത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം അവയോടുകൂടിയാണ് വന്നത്. നമ്മൾ പലരും പോകുമ്പോൾ മനസ്സും ബുദ്ധി അഹങ്കാരവും വാർക്കിൽ വെച്ചിട്ടാണ് മറ്റേക്ക് പോണത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം അമ്പലേക്ക് പോകുമ്പോൾ ഈ ശരീരേ പോകണുള്ളൂ, അങ്ങോട്ട് മനസ്സും പോകണില്ല, ബുദ്ധിയും പോകണില്ല വെച്ചാൽ വെറുതെ അങ്ങനെ പോയി ഒരു ചന്തയിൽ പോയി വന്ന വരെ ഉണ്ടാവുള്ളൂ. ഈ 4ഉം അവിടേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് സമർപ്പിച്ചാൽ പിന്നെ ആ മനുഷ്യന് ഈശ്വര സമർപ്പണം ഫുള്ളായി. അതുകൊണ്ടാണ് വളരെ പ്രധാനമായിട്ട് പറയാം രാമായണത്തിൽ വിഭീഷണൻ്റെ ശരണാഗതി. അതന്നെ എവിടെയും പറഞ്ഞു. നമ പുരസ്താദ പൃഷ്ഠതസ്ഥേ നമസ്തുതേ സർവത ഏവ സർവ. മുമ്പെന്നും പിൻഭാഗത്തും സർവഭാഗത്തും അങ്ങേ നമസ്കരിക്കുന്നു വെച്ചാൽ അങ്ങേ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പതഞ്ജലി യോഗശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ അതിന് പേര് കൈവല്യം, കേവലത, കൈവല്യൈക പ്രയോജനം ഭാഗവതത്തിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ യോഗശാസ്ത്രത്തിൽ 4 ഭാഗമുണ്ട്. 1 സമാധിപാദം, 2 സാധനാപാദം, 3 വിഭൂതിപാദം, 4 കൈവല്യപാദം. ആദ്യം സമാധി, അതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ സമാധിയുടെ കേവത്തൊക്കെ നമുക്ക് സമാധി തന്നെ എന്താ അറിയില്ല, എന്തായാലും സമാധിയെ പറ്റി പറയും. അത് കഴിഞ്ഞ് അത് എങ്ങനെ പ്രാപിക്കാമെന്ന് പറയാണ് ഈ സാധനാപാദം. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പലതരം വിഭൂതികളും അല്ലെങ്കിൽ സിദ്ധികളും ഉണ്ടാവും. അതെങ്ങനെ സാധിക്കും അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ സിദ്ധി വേണമെന്ന് വെച്ചാൽ എന്നെമാരി ചെയ്താൽ അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സിദ്ധികളൊക്കെ കൈവല്യത്തിന് തടസ്സമാണ്. അതുകൊണ്ട് അതിൽ പോകരുത്. എന്നാൽ അവസാനം ആണ് കൈവല്യപാദം. അതിനെ അവിടെ പറഞ്ഞത്. ഇവിടെ എന്താ അവിടെ? നമ പുനഃ പൃഷ്ഠസ്തേ നമസ്തുതേ സർവത ഏവ സർവ അനന്തവീര്യ അമിത വിക്രമ. സാമാന്യം ഭാഷ സംസ്കൃതം അനന്തമായ വീര്യം
വീര്യം എന്ന് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇല്ലേ, അത് കഴിയുമ്പോൾ അല്ല വീര്യമുണ്ട് അതിനെ ഒരു കുത്തലുണ്ടല്ലോ. അതുപോലെ ഭഗവാൻ അനന്തവീര്യം, അമിത വിക്രമം, പരാക്രമം. പരാക്രമം എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്കൊരു വിചാരം മറ്റവനെ ഈ അതെ ക്രമം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരർത്ഥമുണ്ട്, കാലടി. അപ്പോൾ ആ ഭഗവാന്റെ അതാണല്ലോ ആശ്രയം, കൈവല്യം. 2 അടി കൊണ്ട് ഈ ലോകം മുഴുവനും വളർന്നെടുത്തു. അവിടെയല്ലോ അവിടെയും ചിന്തിക്കേണ്ട ഒരു രസമുണ്ട്. സാധാരണ ഭാഗവതം വായിക്കുന്നവർക്ക് അത്ര ആലോചിക്കാറുണ്ട്. പറയണം 2 അടി കൊണ്ട് എന്ന് വെച്ചിട്ട് ഇനി 3ാമത്തെ അടി എവിടെയാ ചോദിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഓർത്തില്ല എൻ്റെ തലയിൽ വെച്ചുള്ളത് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഥ പറയാം. ആദ്യം എനിക്കും ഇങ്ങനെ തോന്നിയായിരുന്നു, എങ്ങനെയപ്പോൾ ഇത് സാധിക്കുക? അവിടെ ഒരു ബുദ്ധിപരമായ ഒരു വിഷമത ഉണ്ട്. 2 അടി കൊണ്ട് ഈ ലോകം മുഴുവൻ ആളെടുത്തപ്പോൾ ഈ മഹാബലി ഇവിടെ നിന്നായിരുന്നു, പുറത്താ, ഈ വിശ്വത്തിൻ്റെ പുറത്ത്. അപ്പോൾ ആ ഭാഗം അളന്നിട്ടില്ലേ വെച്ചല്ലോ. അപ്പോൾ എല്ലാ ദിക്കിലും വളർന്ന മഹാബലി അതിൻ്റെ ഉള്ളിൽ പെടണ്ടേ. പിന്നെ എങ്ങനെയാണ് അയാളുടെ തലയിൽ ഇളക്കാൻ പറയാം? വയ്ക്കുക വയ്യല്ലോ. പിന്നെ ഭാഗവതം ശ്രദ്ധിച്ച് വായിച്ചു നോക്കണമെന്ന്. ഭാഗവതം അങ്ങനെ ഈ താറാവിൻ്റെ കാലിനെ പോലെ ഇങ്ങനെ പരത്തിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. മഹാബലി ആ വിശ്വരൂപം മുഴുവനും വാമനിൽ കണ്ടുന്ന. അപ്പോൾ ഭഗവാന്റെയാണല്ലോ. ഇനി എവിടെയാ 3ാമത്തെ അടി ചോദിച്ചപ്പോൾ അഹങ്കാരമൊക്കെ പോയി, ഇതൊക്കെ ഈശ്വരൻ്റെയാണെന്ന് മനസ്സിലായി. അത് എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ഇതൊക്കെ അങ്ങനെയാണെന്ന് ബോധ്യം വരട്ടെ എനിക്ക് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. അല്ലാണ്ട് ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയിന്നോ കഥ കേട്ടിട്ടുള്ള അനവധി ആൾക്ക് ഉണ്ടാവണം അപകടം പറഞ്ഞാൽ മതിയില്ല. അന്നേരം അദ്ദേഹനെ പാതാളിക്ക് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കണം. അത്യന്ത അപകടം. നേരെ മറിച്ച് അദ്ദേഹത്തിനെ സ്വർഗം നാണിക്കുന്ന സുതലത്തിലേക്ക് അയച്ചു എന്നാ ഭാഗവതമൊക്കെ പറയുന്നത്. എത്ര കേമേട് മാത്രമല്ല, ഞാൻ അവിടെ അങ്ങയുടെ കാവൽക്കാരനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങേ അറ്റത്തെ ബഹുമാനമാണ്. പ്രഹ്ലാദൻ പോലും പറയും, എനിക്ക് ഇത്ര ഭാഗ്യം ഉണ്ടായിട്ടില്ല, അങ്ങയുടെ തൃക്കയ്യേ എൻ്റെ ശിരസിൽ വന്നുള്ളൂ, തൃപ്പാദമാണ് അവൻ്റെ ശിരസിൽ വന്നത്, ഇനി ഇതിൽ മേലെ മഹാത്മാവാണ്. വാസ്തവത്തിൽ മഹാബലി എന്ന് പറഞ്ഞാൽ ഇത്ര പരമഭക്തനായിട്ടൊരാളില്ല. മാത്രമല്ല ഈ ഇത്രയൊക്കെ സ്ഥലം എടുത്തപ്പോൾ വാസ്തവത്തിൽ ലേശം ആക്ഷേപം ഉണ്ടാവേണ്ടത് മഹാബലിയുടെ ഭാര്യയ്ക്കാണ്. അവരെ ഒറ്റ ശ്ലോകമേ ഉള്ളൂ ഭാഗവതത്തിൽ, അത് മാത്രം ഉണ്ടായാൽ മതി മഹാബലിയെ കവിച്ചു വരുന്ന സ്ത്രീയായി. കാരണം അദ്ദേഹം പറയാണ്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനെ പറഞ്ഞില്ല, ബോധം വരുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് 3ാമത്തെ അടി എൻ്റെ തലയിൽ വയ്ക്കുക. ഇദ്ദേഹത്തിന് ഇവിടെ തല ചോദിച്ചു, ഈശ്വരൻ്റെ കൊടുത്തോടെ തല എൻ്റെ അഹം ഒന്നും പിന്നെ പോകണില്ലല്ലോ എന്ന് ആ സ്ത്രീ കൊണ്ട് അവിടെ പറയിപ്പിക്കുന്ന ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ. അത്യന്ത രസികനാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാം നമസ്കരിക്കുന്നു പറഞ്ഞാൽ എല്ലാം ഈശ്വരൻ്റെയാണെന്ന ബോധത്തോടു കൂടി ആ ഈശ്വരനിലേക്ക് വയ്ക്കണം. അനന്തവീര്യ അമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവാം. ഞാൻ എന്തൊക്കെ ചെയ്തു? സഖേതി മത്വ, ഞാൻ അങ്ങേ സഖാവാണെന്ന് വിചാരിച്ചു. മത്വ പ്രഥമം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി, ഇങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു അങ്ങേ. കൃഷ്ണ യാദവ അജാനത. എങ്ങനെ? കാരണം ഒന്നും അറിഞ്ഞില്ല. മഹിമാനം തവ ഇതം അങ്ങയുടെ ഈ മഹിമകളൊന്നും ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി, ഇതൊന്നും ഞാൻ അന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് വന്നു പോയതാണ്. ഏതും മയാ പ്രമാദാൽ. പ്രമാദം എന്ന് പറഞ്ഞാൽ ലേശം ഭ്രാന്ത് എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ വിവരക്കേട്. വെറും ഭ്രാന്ത്, വിവരക്കേട് തന്നെയാണല്ലോ, അതിൻ്റെ കുറച്ചധികം കയറിയ ഭ്രാന്തായി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മതിഭ്രമം, അതാണ് പ്രമാദാൽ. മാത്രമല്ല പ്രണയേന, ഞാൻ അങ്ങേ ഒരു സ്നേഹിതനാന്ന് ചോദിച്ചു. അപ്പോൾ സ്നേഹിതന്മാരാകുമ്പോൾ കുറച്ച് തമാശയൊക്കെ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞു പോയതാണ്. പ്രണയേന ഭാവി യച്ചാവകാശസ്ഥ സമഗ്രദോസി വിഹാരശയ്യാജന ഭോജന. നടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കിടക്കുമ്പോൾ സ്നേഹിതനായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പല കാലത്തും ഞാൻ പല തെറ്റുകളും അറിയാതെ, അങ്ങയുടെ മഹത്വം അറിയാണ്ട്, വെറും എൻ്റെ ഒരു അച്ഛമ്മങ്ങളുടെ ഒരാളാണ്, അമ്മാവൻ്റെ മതിയാണ് എന്ന് മാത്രം വിചാരിച്ചുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ എനിക്ക് ജീവനുള്ള മറിവുണ്ടല്ലോ, ആ മറിവുകൊണ്ട് വന്നതാണ് ശേഷം. ഏകോ അഥവാപ്യ അച്യുത തൽ സമക്ഷം തൽ ക്ഷാമയെ ത്വം അപ്രമേയം. അപ്രമേയം, പ്രമേയം ഇല്ലാത്തത്, അളക്കാൻ പറ്റാത്ത ഭഗവാന്റെ ക്ഷമയ്ക്കുമുണ്ട് എന്ത് അപ്രമേയത്വം, അളക്കാൻ പറ്റാത്ത ക്ഷമയുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞാൻ ഈ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കണേ എന്ന് പറയുന്നു. നമ്മൾക്കും ഇപ്പം നമ്മൾ ചെയ്ത് എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അഹം കൊണ്ടേ ഞാനതൊക്കെ ചെയ്യുന്നത്, ഞാനങ്ങനെ ചെയ്യുന്നത് നേരെയാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുക. ഒന്നും നമുക്ക് സാധ്യമല്ല. ആ ഈശ്വരൻ്റെ ഒരു
ലേശം ഒരു ശക്തി എന്നുള്ളത് അങ്ങോട്ട് പോയാൽ ജഡമായല്ലോ. ആ ഇടയിൽ നമ്മളിങ്ങനെ ചെയ്യണം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയൻ. അങ്ങ് പിതാവ് എന്നാൽ എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം. പിതാ അല്ലാണ്ട് വെറും അച്ഛൻ എന്നർത്ഥമല്ല. പിതാസി ലോകസ്യ ചരാചരസ്യ, ചരവും അചരവും രണ്ടെണ്ണേ അവിടെ ഉള്ളൂ. ഒന്ന് ചലിക്കുന്നത്, മറ്റു ചലിക്കാത്തത്. അതല്ലെങ്കിൽ ഒന്ന് ബ്രഹ്മം, രണ്ട് പ്രപഞ്ചം. ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചം ചലിക്കുക. ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരു ഗിരിയാൻ. എല്ലാ ഗുരുനാഥന്മാരെക്കാളും ഗിരിയാൻ മേലെയാണ് ഗുരു. തത്സ്വമോ അത്യധിക പ്രഭാവ. അങ്ങയ്ക്ക് സമായിട്ട് തന്നെ ആരുമില്ല. പിന്നെ അങ്ങേക്കാളും അധികമുള്ള ഒരാളെന്ന് പറയാണ്ടോ? ഒരിക്കലും ഉണ്ടാവാൻ വയ്യ. ലോകത്രയോ അപ്യപ്രഭാവ. അങ്ങയുടെ പ്രഭാവം എന്തെന്നില്ലാതെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ്? തസ്മാൽ ഈ കാര്യങ്ങളെ കൊണ്ട് പ്രണമ്യ അങ്ങയെ വീണ്ടും പ്രണിധായ അങ്ങയെ ശരണം പ്രാപിച്ചിട്ട് കായം ശരീരമാണ്, ശരീരം കൊണ്ട് നമസ്കരിക്കുന്ന പോലെയാണ്. കായം പ്രസാദയെ അങ്ങയെ ഞാൻ പ്രസാദിപ്പിക്കുന്നു. പ്രസാദം എന്നുള്ള വാക്കിന് എന്താണത്? വിളിച്ചും അല്ല, ഒന്ന് ഇളക്കല്ലാതിരിക്കുക, മറ്റേ ചളിയില്ലാതിരിക്കുക. അതാണ് പ്രസാദം. ഒരിക്കലോ രാഗദ്വേഷ വിയുക്തസ്തു വിഷയാൻ ഇന്ദ്രിയേശ്ചരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദം അധികച്ഛതി. 2 അപ്പോൾ ആത്മാവ് നിങ്ങൾക്ക് കീഴിലാവുമ്പോൾ മനസ്സ് ചലനവുമില്ല, ചളിയില്ല. അതിനെയാണ് പ്രസാദം. ആ അങ്ങേ ഞാൻ പ്രസാദിപ്പിക്കുന്നു. പ്രസാദയെ ത്വം അഹമീശ ഈഡ്യം എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നർത്ഥം. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എങ്ങനെ? പിതേവ പുത്രസ്യ, പിതാവ് പുത്രനെ പോലെ, സഖേവ സഖ്യു, സഖാവിനെ പോലെ, പ്രിയ പ്രിയതമയ്ക്ക് പ്രിയവനെ പോലെ, ദേവ സോഢും അങ്ങ്. ഇവരൊക്കെ തെറ്റ് സഹിക്കുന്ന കൂട്ടരാണ്. ആരുടെ? പിതേവ, പുത്രൻ്റെ തെറ്റ് അച്ഛൻ സഹിക്കും. പിന്നെ സഖാവിൻ്റെ തെറ്റ് സഖാവ് സഹിക്കും. അതുമാതിരി പ്രിയയുടെ തെറ്റ് അതും ഭർത്താവ് സഹിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തെറ്റ് അവർ രണ്ടാം സഹിക്കും. ഇതുപോലെ അങ്ങ് എൻ്റെ തെറ്റും സഹിക്കണം. സോഢും സഹിക്കുക, അങ്ങ് സഹിക്കും. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ആ ദൃഷ്ടപൂർവം ഞാനോ ഹൃഷിതോസ്മി, ഹൃഷി എന്ന് പറഞ്ഞാൽ ആനന്ദം കൊണ്ട് മതിവര സ്മി ദൃഷ്ട കണ്ടിട്ട്. പിന്നെ അതോടുകൂടി ഭയേനച്ച, ആനന്ദത്തിന് കൂടി ഭയം തോന്നുന്നു. ഭയേനച്ച പ്രവിധിതം മനോമേ, വല്ലാത്ത ഇതെന്നില്ലാത്തൊരു പരിഭ്രമം കാണുമ്പോൾ, ഇത് കാണാത്തതുകൊണ്ട് ഉണ്ടാകുന്നു എനിക്കും. തദേവമേ ദർശ്യ. അതുകൊണ്ട് എന്തു പറഞ്ഞപ്പോൾ ഭഗവാനോട് മതിയായി ദേഹത്തിന് എന്ത്? ഈ വിശ്വരൂപം കണ്ടിട്ട് അർജുനന് ധാരാളം മതിയായി, ഇനി വേണ്ട എന്ന് പറയുന്നത്. തദൈവമേ ദർശിയ ദേവരൂപം. അങ്ങയുടെ ശ്രീകൃഷ്ണ വിഷ്ണു സ്വരൂപമല്ലോ. പ്രസീത ദേവേശ ജഗന്നിവാസ. എപ്പോഴും പറയണം ദേവേശ ജഗന്നിവാസ, വീണ്ടും 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 അത് തന്നെ പറയണം. അതൊന്ന് കൺട്രോളാകണം. അതെങ്ങനെയത്? കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമിത്വം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഇവിടെ ആ 4 വാസ്തവത്തിൽ ഭഗവാനെ ചമ്മട്ടി പിടിച്ചിട്ടാണ് വേണ്ടി കാണുന്നത്. ഈ വിശ്വരൂപം കണ്ടപ്പോഴാണ് അതിൽ ഈ 4 ഇതുകൊണ്ട് കണ്ടത്. അതിന് 4ൻ്റെയും പ്രധാന കാര്യം പല പ്രാവശ്യം പറയുന്നത് എന്താ ഈ വൈഷ്ണവ രൂപം എന്നുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഗത, അതായത് എല്ലാത്തിനെയും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും ഒതുക്കുക. അങ്ങനെ വരുമ്പോൾ ഒട്ടലില്ലാണ്ടാവും. അതിന് താമര. ആ ഒട്ടലൊന്നും ഇല്ലാണ്ട് പറഞ്ഞാൽ എല്ലാവരും ഒന്നാ തോന്നും. അപ്പോൾ അതിന് സമദർശനം, അതിന് ചക്രം, സുദർശനം, ചക്രമല്ല സുദർശനം തന്നെയാണ് വാക്ക്, സുദർശനം. അതിന് സുദർശനം ഉണ്ടാകുമ്പോൾ ഈ ലോകം മുഴുവനും ഒന്നാണെന്ന് മനസ്സിലായി. അതിൻ്റെ ഓങ്കാരം, ശംഖ്, അങ്ങനെയുള്ളത് കണ്ടാൽ കൊള്ളാം എന്നാണ് പറയേണ്ട അർത്ഥം. തഥൈവ രൂപേണ ചതുർഭുജ സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. 11-ാം അധ്യായത്തിൽ ഇതോടുകൂടി കൃത്യം 11 ശ്ലോകങ്ങളാണ്
അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഇനി ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാനുവാച മയാ പ്രസന്നേന തവ അർജുനേതം രൂപം പരം ദർശിതം ആത്മയോഗാൽ തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ തദന്യേന ദൃഷ്ടപൂർവം. കുറച്ച് സംസ്കൃതം അറിഞ്ഞാൽ അത്രയൊന്നും കുറേ വിശദീകരിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് ആവശ്യമില്ലേ നടക്കൊണ്ടു, കാര്യം മനസ്സിലാക്കാനാണല്ലോ നോക്കാം. അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ ഈ വാചാലത കൊണ്ട് ഉണ്ടാക്കാം. പ്രധാന കാര്യം നമ്മളുടെ അഹങ്കാരവും മമതയും പോവാനാണ് ഈ പണിയൊക്കെ. അത് പോകുന്നില്ലെങ്കിൽ മറ്റൊക്കെ എത്ര വ്യാഖ്യാനം കൊണ്ടും കാര്യമില്ല. അത് രണ്ടും പോവുകയാണെങ്കിൽ വ്യാഖ്യാനം ഇല്ലെങ്കിലും വിരോധമില്ല. ജീവിതത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവാനാണ് ഗീത വായിക്കുന്നത്. വലിയ വലിയ വ്യാഖ്യാനക്കാന്മാർക്കുണ്ട്. അത് കഴിഞ്ഞ ശേഷം അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ഈ രണ്ടെണ്ണം പോയിട്ടില്ല. നേരെ മറിച്ച് അത്രയൊന്നുമില്ല. ഞാനൊരു ഇത് വായിച്ചിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭു ഗീത പ്രഭാഷണം ചെയ്യാം. അപ്പോൾ പലരും ഉണ്ട്. ഓരോ ഭാഗത്ത് ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ഇദ്ദേഹം എന്താ കഴിഞ്ഞാൽ നിലവിളി തരും, കണ്ണിന്ന് വെള്ളം വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അദ്ദേഹം ഇവർക്കൊക്കെ തോന്നി മഹാത്മാവായതുകൊണ്ട്. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുണ്ടോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും ശീലമില്ല, സംസ്കൃതം തന്നെ അറിയില്ല, എഴുതാനും ഒഴിയാനും അറിയില്ല. പിന്നെ എന്താ വെച്ചു, ഇത് അങ്ങനെ പറയണമ്പോൾ അപ്പം എനിക്ക് ആ ഗീത എന്ന് ഓർമ്മ വരുമ്പോൾ അർജുനനെയും ഭഗവാനെയും ഓർമ്മ വരിക. ഒരു അർജുനനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണു എന്ന് വരുമ്പോൾ, അത് മാത്രമല്ല ഞാൻ ആത്മാവാണ്. ഈ പ്രധാന 3 കാര്യമാണല്ലോ ഗീത പറയണത്. എന്താണ്? 1 ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. 2 ശരീരം എന്നുള്ളത് വസ്തുതയല്ല. എന്നിട്ടും സ്വധർമ്മം ചെയ്യണം. ഈ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് ഓർമ്മ വന്നിട്ട് അതിൻ്റെ ഉള്ള ആനന്ദം കൊണ്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നു. അപ്പോൾ ചൈതന്യ പ്രഭു പറഞ്ഞു, അങ്ങാണ് ഇവിടെ ഗീത കേൾക്കണതിൽ ഏറ്റവും മുഖ്യനായിട്ടുള്ള ആൾ പറയും. കാരണം ഈ ഭാവന വരാനായി ഇതൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ അത് കഴിഞ്ഞ ശേഷം സംശയം ചോദിക്കുക, തർക്കം ചെയ്യുക, ഇതൊന്നുമില്ല. ആ പരമമായ ആനന്ദം നിങ്ങളാണ് സാധിക്കുന്നത്. അപ്പോൾ ഈ ഗീത വായിക്കണതിന് വായിക്കുന്ന ആളാവണമെന്നൊന്നും ഇല്ല. മനസ്സ് അങ്ങോട്ട് അലിയും. മനസ്സലിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ പിന്നെ യാതൊന്നും ഇല്ല. നമ്മളെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്നത് സംഘം എന്നൊരു വാക്കുണ്ട്, വളരെ രസമാണ്. ഒട്ടൽ എന്നതിന് പേരാണ്. എനിക്ക് തോന്നുന്നത് ഇതൊന്നും ആയിരിക്കാം ഇംഗ്ലീഷിൽ ഈ പശയ്ക്ക് ഗം എന്ന് പേര് വന്നത്. ഗം എന്നുള്ള പേര് സംഘം, വേണ്ട പോലെ ഒട്ടുക എന്നർത്ഥനം. ലോകത്തിൽ എന്തെല്ലാം നടന്നോട്ടെ, നമ്മളോടുകൂടി ഒട്ടിയാൽ അതിൻ്റെ സുഖമോ അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. ഒട്ടലില്ലെങ്കിൽ സുഖമില്ല, ദുഃഖമില്ല. ഇത് മനസ്സിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണ്. അതിൽ ഇല്ലാതെയാവണം നമുക്ക്. അതിന് സംഘം എന്നുള്ളതിന് ആസക്തി എന്നും പറയാം. അപ്പോൾ ആസക്തി ഇല്ലാതെ ആവലാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയണതും കേൾക്കുന്നതൊക്കെ ഈ സംഘം ഒന്നിനോട് മാത്രം, അതായത് പരിമിതത വരികയാണല്ലോ. അത് പൂർണ്ണത വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് അനാസക്തി യോഗം എന്നാ പേരെന്നിട്ടു. ആസക്തി ഇല്ലാതെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാവശ്യം. അതപ്പടി പറഞ്ഞു വരുന്നത്. ജന്മേ ത്വതന്യേന, ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. ഇങ്ങനൊരു ഇത് ആർക്കും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഭഗവാൻ പറയണു, എന്നാൽ വേദ യജ്ഞ അധ്യായനേർ ദാനയിച്ച ക്രിയാഭിർ തപോഭിരുഗ്രേ. നമ്മുടെയൊക്കെ വിചാരം രാമായണത്തിൽ പറഞ്ഞൊരു കഥ, ശ്രീരാമൻ ശബരിയോട് പറയണം, തീർത്ഥസ്നാന തപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലും ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ടൊരു നാളും. അപ്പോൾ ഈ പറഞ്ഞതൊന്നും ഭക്തിയല്ല. എങ്ങനെ? അതിൽ മനസ്സില്ലെങ്കിൽ അത് വെറുതെ ഒരു കാട്ടിക്കൂട്ടലാവും. മനസ്സുണ്ടെങ്കിൽ ഇതൊന്നോട്ട് വേണ്ടേനും. അതൊക്കെ അതന്നെ ഇവിടെ ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. എന്താ പറഞ്ഞത്? എന്നാൽ വേദാധ്യയനം, ജ്ഞാനം, ദാനം, ക്രിയ, തപസ്, ഇതൊക്കെ ഉണ്ടായാലും ഏവം രൂപം ശക്യ അഹം നിർലോക, ഈ ഇപ്പം കണ്ട വിശ്വരൂപമുണ്ടല്ലോ അത് കാണാൻ സാധ്യമാവില്ല. ഓക്കെ, ദ്രഷ്ടും ത്വതന്യേന കുരുപ്രവീരാം. ആദ്യമായിട്ടാണ് നീ ഇങ്ങനെ ഒന്ന് കാണുന്നത്. നിനക്ക് തന്നെ കാണിച്ചു കൊടുക്കണം. ഇതിനു മുമ്പ് ആരും ഇത് കണ്ടിട്ടില്ല. മാതേ വ്യഥ മാച്ച വിമൂഢഭാവം. വ്യഥ ദുഃഖം. വിമൂഢൻ, മൂഢൻ എന്ന് പറഞ്ഞാൽ തമസ്സുള്ള ആൾ, ഒന്നും അറിയാത്തുള്ള. നീ ദുഃഖിക്കേണ്ട, താമസികമായിട്ട് പരിഭ്രമിക്കും ഭാവ. ദൃഷ്ടാരൂപം ഘോരം ഈതർ മമ്മ. എൻ്റെ ഈ ഘോരമായ
മറ്റത് ചതുർഭുജ ഭേദനിൽ ഇങ്ങനെയാ സൗമ്യൻ, ഇത് ഘോരാണല്ലോ, ഭയപ്പെടുന്നതാണല്ലോ. അത് കേട്ടിട്ട് പരിഭ്രമിക്കണ്ട. ഏതോ വ്യപേത ബി എൻ്റെ ആ ഭയമൊക്കെ പോട്ടെ. പ്രീതമന പുനസ്ത്വം, ഞാൻ പ്രീതനായിരിക്കും. പുനസ്ത്വം തദേവ മേ രൂപം വിധം പ്രവശ്യ, അതുകൊണ്ട് എൻ്റെ ആ പഴയ രൂപം, അതായത് ചതുർഭുജ രൂപം കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജയം പറയണം. ഇത്യർജുനം വാസുദേവസ്തതോക്ത്വ സ്വകം രൂപം ദർശയാമാസ ഭൂയ. ഇതിനൊക്കെ എന്താ വെറുതെ ഒരു വ്യാഖ്യാനം പറഞ്ഞത്? ഇതി അർജുനം, അർജുനനോട് വാസുദേവൻ യഥോക്ത പറഞ്ഞ പോലെ സ്വകം തൻ്റേതായ രൂപം ദർശയാമാസ കാണിച്ചു കൊടുത്തു. ഭൂയ വീണ്ടും, അതായത് വീണ്ടും ഭഗവാൻ ആ പഴയ രൂപം. വാസ്തവത്തിൽ ഒരു സങ്കല്പം മാതിരിയാണല്ലോ ഇപ്പോൾ ഇതുണ്ടായത്, അല്ലാണ്ട് വസ്തുതയല്ലല്ലോ. അങ്ങനെ എന്നിട്ടോ ആശ്വാസയാമാസ, ആശ്വസിപ്പിക്കാൻ എനിക്ക് അങ്ങനെ അർത്ഥമൊന്നും അറിയില്ല. ശ്വാസം ചുരുക്കി മെല്ലെയാകുക, അതാണ് ആശ്വാസം. അങ്ങനെ സംസ്കൃത അർത്ഥം ഉണ്ടോ തോന്നണില്ല. ആശ്വസിപ്പിക്കാൻ അല്ലല്ലോ, പരിഭ്രമിക്കണ്ട എന്ന് പറയണല്ലോ. അപ്പം ശ്വാസം മറ്റത് പരിഭ്രമളമല്ലേ ശ്വാസം വല്ലാണ്ടാവുക, അതല്ലേ ഉദ്വേഗം എന്നാ ഭാഗവതിൽ കഥ. വേഗം ഉദ്വേഗം, ഇതില്ല, ഉദ്വേഗം ഇല്ലാതെയാവുക, അതാണ് ആശ്വാസയാമാച്ച. ഭീതം ഏനം, ആ പരിഭ്രമിച്ചിരിക്കുന്ന അർജുനെ വെച്ചു. എന്നിട്ടോ ഭൂത്വാ പുനഃ സൗമ്യപൂർവ്വം മഹാത്മാ, ആ സൗമ്യമായ രൂപം അധികം കാണിച്ചു കൊടുത്തു. അർജുനോവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇതാനീം അസ്മി സംവൃത്ത സചേത പ്രകൃതിംഗത. ശ്വാസം വന്നു ഇടി പറഞ്ഞു, പരിഭ്രമ പോയിട്ട്. ദൃഷ്ട്വേദം മാനുഷം രൂപം. എന്താ ഈ മാനുഷ രൂപം? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ അർത്ഥമാണ്. അപ്പം നമ്മൾ നേരെ വിപരീത, ഒട്ടും ചിന്തിക്കാത്ത കുട്ടര, അപ്പം മൃഗത്തിൻ്റെ പോലെയാ. അല്ല, ഈ മാനുഷ രൂപം ഉണ്ടല്ലോ തവ, അതെങ്ങനെയാണ്? സൗമ്യം എന്ന് പറഞ്ഞാൽ ശാന്തം ആണ്. ഈ വാക്ക് ഇനി 17 വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. മനസ്സിൻ്റെ ഈ തപസ്സുണ്ടല്ലോ, അവിടെയാണ് തപസ്. അപ്പോൾ മനസ്സും അതെങ്കിലാണ് സൗമ്യത. അല്ലാണ്ട് കാറ്റുകൂട്ടിയാൽ പോരാ. മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഒതുക്കം വരണം. ആ സൗമ്യ ജനാർദ്ദന ഇതാനും അസ്മി സംവൃത്ത, എൻ്റെ പരിഭ്രമൊക്കെ തീർന്നു. സചേത പ്രകൃതിയും, പഴയ പ്രകൃതി വെച്ചാൽ ഭഗവാന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവിടേക്ക് ഞാൻ പോയി കണ്ടുപോകും. ഇനി ഭഗവാൻ ഒരു 4 ശ്ലോകങ്ങളൂടെ പറഞ്ഞാൽ അത് അവസാനിക്കുകയും. ശ്രീ ഭഗവാൻ വഴ ചതുർദശമിതം രൂപം ദൃഷ്ടവാൻ അസി യന്മയ മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഈ എൻ്റെ ഈ രൂപം അങ്ങനെ ആളില്ല, ദേവന്മാർ പോലും ദർശനകാംക്ഷിണ വെച്ചാൽ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കാണാറില്ല. കാരണം ദേവന്മാർ പറഞ്ഞാൽ ശക്തികളാണ്, ശക്തിയാണല്ലോ പറഞ്ഞല്ലോ. ആ ശക്തികൾക്ക് ശക്തനെ കാണാൻ പറ്റില്ല. ശക്തനില്ല ഈ ശക്തികളെ, ശക്തിയിൽ ശക്തനില്ലല്ലോ, അങ്ങനെയല്ലേ. അതുകൊണ്ടാണ് ദേവന്മാർക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല പറഞ്ഞത്. ഭഗവാന്റെ തന്നെ ഒരു ശക്തി വിശേഷമാണ് ഇവർ. അപ്പോൾ ഭഗവാനിലാണ്, അല്ലാണ്ട് ഭഗവാൻ അവരിലല്ല. അതുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റില്ല പറഞ്ഞത്. ദൃഷ്ടുവേദം മാനുഷം അല്ല സുദർശതം, ഇത് ചില കാണാൻ വളരെ വിഷമമുള്ളത് എന്നേ പറഞ്ഞുള്ളൂ. അതിന് എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? വിഷമിച്ചാൽ കാണാൻ പറ്റുന്നതെന്നർത്ഥം ആണ്. കിട്ടാൻ വളരെ വിഷമമുള്ളതാണെന്ന് വെച്ചാൽ വിഷമിച്ചാൽ കിട്ടുന്ന അർത്ഥമാണല്ലോ, അല്ലേ? അതെ, രഹസ്യം പോലെ. രഹസ്യം അറിയാത്തതല്ല, പ്രയാസമുണ്ട്, മനസ്സിലാവും. അപ്പോൾ സുദർശം ഇതം രൂപം, നമുക്ക് വീണ്ടും രൂപം എന്നുണ്ട്. അതായത് പരിമിതത്വം. ഭഗവാന്റെ പരിമിതമാണല്ലോ, വാസ്തവത്തിൽ അരൂപനാണല്ലോ ഭഗവാൻ. ആ സുദർശന രൂപം ദൃഷ്ടവാൻ അസി യന്മയ മമ, എങ്ങനെയാണോ നീ കണ്ടത് അത് ദേവാ അപ്യസ്യ രൂപസ്യ, ദേവന്മാർ പോലും നിത്യം ദർശനകാംക്ഷിണ, കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് സാധിക്കാറില്ല. കാരണം അവർ ശക്തി സ്വരൂപന്മാരാണ്. ശക്തിയല്ല, ശക്തന. അപ്പോൾ ആ ശക്തി എന്നുള്ള ഒരു ലേശ അഹങ്കാരമുണ്ടാവും. ആ അഹങ്കാരം പോയാൽ, അതായത് അഹങ്കാരം പോയാലേ ഭഗവാനെ കാണുമെന്നർത്ഥം. അഹങ്കാരം വെച്ചാൽ ഞാൻ ശരീരമാണ് ഭഗവാനാണെന്ന് കൂടി പറയുക, അതെന്ന് കേട്ടോ. നാഹം വേദേർ ന തപസ ന ദാനേന ന ചൈജ്യയ
ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാൻ അസി മാം യഥ നാ അഹം ഞാൻ ഒരിക്കലും വേദേർ വേദങ്ങൾ വെറുതെ ഇങ്ങനെ ചെല്ല ഉരുവിട അല്ലോ. വേദം പലപ്പോഴും നമ്മളങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇവിടെ അമ്പലങ്ങളൊക്കെ കാണുന്നത് അങ്ങനെയാണ്. അവരിങ്ങനെ അതിൻ്റെ അർത്ഥമൊന്നും അറിയാതെ അങ്ങനെ ഉരുവിടും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ഒരു മഹാത്മാ ഗുരുനാഥനായിരുന്നു ഈ വൈശ്രവണത്തിന് നമ്പൂരി. അപ്പോൾ അദ്ദേഹം കുട്ടിക്കാലത്ത് ധാരാളം പണമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വിഷ്ണു ക്ഷേത്രമുണ്ട്. ആ വിഷ്ണു ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് 10-18 വയസ്സേ ഉള്ളൂ. ഭാഗവതമൊക്കെ വായിച്ച് അതിന് അർത്ഥം പറയും. അപ്പോൾ അന്ന് കാലത്തൊക്കെ നമ്പൂരിമാർ ഈ ഭാഗവതമൊന്നും വായിക്കില്ല, ഗീതയൊന്നും വായിക്കില്ല. അവർ ഓത്തേ ഉള്ളൂ ഈ വേദം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട് വേദം. അപ്പോൾ അവരൊക്കെ പൂർണ്ണമായിട്ടും വേദം ഇങ്ങനെ ചൊല്ലാനുള്ളതാണ്, ഓതാനുള്ളതാണ്. ഓത്ത് എന്നതിന് പറയാം, ഓതാനുള്ളതാണ്. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല ഈ ഇദ്ദേഹത്തിന് അർത്ഥമൊക്കെ പറയുന്നത്. ഒരു ദിവസം തന്നെ വൈഷ്ണവത്വം എന്നോട് പറയാണ്, ഒരു ദിവസം രാമ എന്നുകൊണ്ട് വിളിച്ചു അത്രേ, നീ ഇങ്ങനെ ഭാഗവതത്തിനും ഒക്കെ അർത്ഥമുണ്ട് പറഞ്ഞിട്ട് അവസാനം ഇനി വേദത്തിനും അർത്ഥമുണ്ടെന്ന് പറയുമോ എന്ന് ആദ്യം തന്നെ ചോദിച്ചു. അത്ര ഉറപ്പാണെന്ന് വേദത്തിന് അർത്ഥമില്ലാതെ ഇങ്ങനെ ഉച്ചരിക്കേ വേണ്ടു, അല്ലാണ്ട് അതിന് അർത്ഥമില്ല എന്ന് അത്ര. അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ എല്ലാം നശിച്ചു പോയത്. പൂർണ്ണ അതുള്ളൂ അർത്ഥം അല്ലേ. ആ അതിന് അർത്ഥം ചേർത്തന്നെ എന്തുണ്ട്, അതിനുള്ള സാരം ഇല്ലേ. ഇപ്പം അർത്ഥം പണം നോക്കാത്തുണ്ട്, ഏറ്റവും സാരമാണല്ലോ. അപ്പോൾ അതിൻ്റെ സാരല്ലേ അതില്ല. നാഹം വേദേർ ന തപസ, തപസ് കാമത്യാഗം. ആ കാമം ത്യജിച്ചുകൊണ്ടൊന്നും ഈ തപസ്സാക്കാട്ടില്ല. എന്നാൽ ദാനേന, ദാനം കൊണ്ട്. അവിടെയൊക്കെ ഈ തപസ്സിൽ ദാനത്തിലൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നിഷേധിക്കുക തോന്നരുത്. ഇവിടെയൊക്കെ അഹങ്കാരം ഉണ്ടാവും. ഞാൻ തപസ് ചെയ്യുന്നു, ഞാൻ ദാനം ചെയ്യുന്നു എന്നുവെച്ചാൽ യാഗങ്ങൾ നടക്കാം. യാഗം ഇതൊക്കെ ചെയ്താലും സാധിക്കില്ല. ശക്യ ഏവം വിധോ ദൃഷ്ടും. ഇപ്പോൾ ഈ കണ്ട മാതിരി. കാരണം അവിടെ എല്ലാം അഹങ്കാരം പോണില്ല, മമതിയും പോണില്ല. അത് രണ്ടും പോയാൽ പിന്നെ ദാനവും വേണ്ട, തപസ്സും വേണ്ട, യാതൊന്നും വേണ്ട. സഖ്യ ഇഷ്ടം ദൃഷ്ടവാൻ അസി മാം യഥ. ഇപ്പം എന്നെ കണ്ടുല്ലോ. ഈ മാതിരിയുള്ളൊരു രൂപം കാണണമെങ്കിൽ ഇപ്പോൾ സാധാരണ നടക്കുന്നത് കൊണ്ടൊന്നും സാധിക്കില്ല. ഇതൊക്കെ നമ്മൾ വളരെ മനസ്സിരുത്തേണ്ടതാണ്. നമ്മളുടെ ഇപ്പം ഇന്നത്തെ ആരും കുറ്റമായിട്ട് പറയില്ല, കാലാണൊക്കെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഈ ശബരിമലയ്ക്കും ഗുരുവായൂർ എല്ലാ അമ്പലങ്ങളും വളരെ വളരെ രാജസമായിട്ട് കുറേ പെരകളൊക്കെ നന്നാക്കണു, ഉത്സവങ്ങൾ, വെടിക്കെട്ട്, എന്തൊക്കെയാണെന്ന് പറയാൻ ഒക്കെ ഉണ്ട്. പക്ഷേ എന്തോ എന്ന് പറയട്ടെ, ശാന്തി സമാധാനം ആർക്കൂട്ടില്ല. എന്താ കാരണം? ചടങ്ങാതൊക്കെ ഇല്ലേ, ഡോഗ്മാസ് എന്നൊക്കെ വിവൻസം പറയില്ലോ, റിച്വൽസ്, ഡോഗ്മാസ്, സെറിമണീസ്, ഇതൊന്നും എന്തല്ല, ഭക്തിയല്ല. ഭക്തി ഉണ്ടാവാനുള്ള ചെറിയ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കണം. ഭക്തി എന്നുള്ളത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ശരീരത്തിൻ്റെ പ്രധാനമായിട്ട് അത് സാധിക്കില്ല. ശക്യ ദൃഷ്ടവാൻ അസി മാം യഥ. എങ്ങനെയാ സാധിക്കുക? ഇതൊക്കെയാണ് ഭക്തിയാ തന്നെയാ ശക്യ അഹമേവം വിധോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തവ. ഭക്തിയ എങ്ങനെ? അനന്യേന. ഞാൻ അനന്യഭക്തിയെ പറ്റിയിട്ട് മുമ്പേ പറഞ്ഞിട്ട് 3 എണ്ണം കാര്യങ്ങളൊക്കെ. ഒന്ന് അന്യദേവതാ വർജ്യം, ഒന്ന് അന്യകാമന രഹിതം, മറ്റതൊന്ന് അന്യസാധന നിരപേക്ഷം. അങ്ങനെ 3 എണ്ണം. എന്നാലേ അനന്യമുള്ളൂ, വേറെ ഒന്നുമില്ല, ഭക്തി മാത്രം. ഭക്തി വെച്ചാൽ ഭക്തിന് ഭഗവാനും ഒന്നാമതാണ്. ഇവിടെ അത് പറയുന്നു, ഭക്തിയാ അനന്യയാ ശക്യ ഏവം വിധോ അർജുന. ഇത് കാണണമെങ്കിൽ ഇങ്ങനെയുള്ള അനന്യഭക്തി, അതായത് ഏകത്വം എന്നർത്ഥം. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഭക്തൻ എന്ന് പറയുന്നതും കൂടിയും ഒരു സങ്കല്പമാണ്. അവസാനം എന്താവും? ഈ ഭക്തനും ഭഗവാനും ഒന്നാവുക ഇല്ല. ഞാൻ ഭഗവതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭക്തൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ പാദത്തോളി തട്ടിയിട്ട് ശുദ്ധാവാൻ ഞാൻ നടക്കണു എന്നൊരു ശ്ലോകമുണ്ട് ഭാഗവത്തിൽ. അത്ഭുതം തോന്നും. എന്താ ഇവിടെ പറഞ്ഞു വെച്ചാൽ, ആദ്യം ഭക്തൻ വിചാരിക്കുന്നത് ഈശ്വരൻ എന്ന് വിട്ട ഏതോ ഒരു മഹാത്മാവാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ ഈശ്വരൻ്റെ പിന്നിലാണല്ലോ ഭക്തൻ നടക്കുക. ശരിയല്ലേ? കാരണം മഹാത്മാവല്ലേ. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ ഈശ്വരൻ എന്ന് മനസ്സിലായി. അപ്പോൾ
അയാൾക്ക് അയാൾക്ക് ഈശ്വര സാക്ഷാത്കാരമല്ല അപ്പോൾ ഉണ്ടായിരുന്നത്, ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ അയാൾ ഈശ്വരനായിട്ട് പോവുക. അപ്പോൾ അയാളുടെ സങ്കല്പമാണ് ആരെ? ഈശ്വരനെ അയാൾ സങ്കല്പിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ആ സങ്കല്പം പിന്നാലെ നടക്കണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തന് പിന്നാലെ നടക്കണമെന്ന് അർത്ഥമല്ല. സങ്കല്പം ആദ്യം മുമ്പിൽ സങ്കല്പിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ താനാന്ന് വന്നപ്പോൾ ഈശ്വരൻ തൻ്റെ സങ്കല്പമായി അല്ലല്ലോ. അതെ, അതിന് ഭാഗവത് പറയാ ഭക്തിയാ സഞ്ജായതേ ഭക്തിയാ. ഭക്തി കൊണ്ട് ഭക്തി ഉണ്ടാവുമ്പോൾ ഇതാത് ഭക്തി കൊണ്ട് ആദ്യം ഭക്തി ഉണ്ടാകുമ്പോൾ ഈശ്വരൻ എന്നു വിട്ടതാന്ന്. ഭക്തി മുഴുവൻ വന്നപ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഞാൻ എന്ന് പറയുമ്പോൾ ശരീരഭാവനയും പോയി, അഹങ്കാരം മമതി ഇല്ലാണ്ട് പോവില്ലല്ലോ. അത് പോയാൽ അപ്പം ആരാണ് ആ ഈശ്വരൻ? എൻ്റെ സങ്കല്പമാണ്. ഞാനാണ് ഈശ്വരനെ, എൻ്റെ സങ്കല്പമാണ് മറ്റേ ഈശ്വരൻ. അതുപോലെ സാധിക്കുന്നു. ജ്ഞാതും അങ്ങനെയാണ് ഭക്തിയാ. ജ്ഞാതും ആദ്യം അറിയാം, അല്ലെങ്കിൽ കേൾക്കുക നമ്മൾ പറയുമല്ലോ. അത് കഴിഞ്ഞാൽ ദ്രഷ്ടും. ഇപ്പോൾ ഇംഗ്ലണ്ട് ഒന്നുണ്ട് കേട്ടോളൂ, അത് പോയി കാണാൻ സാധിക്കണം. അത് കഴിഞ്ഞാൽ പ്രവേശിച്ചു നോക്കാവില്ല, അലിക്കാണ്ട് ഉൾക്കൊള്ളാൻ വയ്യില്ലല്ലോ. ഈശ്വരൻ അങ്ങനെയല്ല. കാരണം ആദ്യം മനസ്സിലാക്കി കേട്ടു പൂർണ്ണനാണ്. ദ്രഷ്ടും എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം തോന്നി, കണ്ടാലും ഇതൊക്കെ വെറും ഒരു സങ്കല്പമാണ്. അത് കഴിഞ്ഞാൽ അതിലേക്കാണ് പ്രവേശിക്കുക. ഈശ്വരനിലേക്ക് ഭീഷ്മരൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് കണ്ടുല്ലോ. ആര്? ശത്രുക്കളും ഇല്ല, മിത്രങ്ങളും ഇല്ല, ഒക്കെ ഭഗവാനിലേക്ക് പ്രവേശിക്കുന്നവരെ കണ്ടു. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് സാധിക്കും. ജ്ഞാനും ദൃഷ്ടും പ്രവേഷ്ടും പരന്തപ, എല്ലാവരും തപിപ്പിക്കുന്ന അല്ലെങ്കിൽ മഹാശക്തനായുള്ള ഗീതയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണെന്നാണ് വെച്ചിട്ടുള്ളത് ഈ 55 ശങ്കരാചാര്യർക്ക് പറഞ്ഞത്. ഇവിടെ മൽകർമ്മകൾ മൽപരമോ മൽഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യ സ മാമേതി പാണ്ഡവ. 5 കാര്യങ്ങൾ പറയണം. മൽകർമ്മകൾ, കർമ്മമൊക്കെ ഭഗവാന് വേണ്ടി വരിക. മൽപരമ, ഏറ്റവും പരമമായ ശ്രേഷ്ഠൻ ഞാനെന്ന് വയ്ക്കുക. മൽഭക്ത, എൻ്റെ ഭക്തനാവുക. ഇത് 3 നാം കഴിക്കേണ്ട മരുന്നാണ്, സൂക്കട് മാറാനേ ആവശ്യമാണ്. പക്ഷെ അത് മാത്രം ഉണ്ടായാൽ പോരാ. ഇത് 3 കഴിക്കുമ്പോൾ അതിന് ചില പഥ്യം ഇല്ലേ, കഷായം കഴിക്കണ പോലെ 2 പഥ്യമാണ്. ആ പഥ്യം എന്താണ്? സംഘവർജിത, സംഘം ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല നിർവൈര. ഇത് രണ്ടുണ്ടെങ്കിൽ ഈ കഴിച്ച ഭക്ഷണം അല്ല മരുന്ന് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. സർവഭൂതേഷു യാ അവൻ സ മാം ഏതി, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു വെച്ചാൽ അവൻ പൂർണ്ണനായി തീർന്നു പാണ്ഡവ. അതെ. അപ്പം ഇനി എന്താണ് മൽകർമ്മകൾ? മൽകർമ്മകൾ മൽപരമോ മൽഭക്ത. എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയല്ല, സ്വാർത്ഥത്തിന് വേണ്ടിയാണ്. സ്വാർത്ഥത്തിനാകുമ്പോൾ അതായത് സങ്കുചിത്വം ആണല്ലോ. അതാണല്ലോ എല്ലാ ദുഃഖത്തിനും കാരണം. മമത അതരുത്. എല്ലാവർക്കും വേണ്ടിയാണ്. ഈശ്വര ആരാധനയാണ് ചെയ്യുന്നതൊക്കെ. ഏതെങ്കിലും ചെറുത് മാത്രമല്ല, ജീവിതത്തിൽ ആദ്യം മുതൽക്ക് അവസാനം വരെ ഒരു ദിവസം നീട്ടാ ചെയ്യുന്നതൊക്കെ ഈശ്വര ആരാധനയാണ്. അപ്പോഴാണ് മൽകർമ്മകൾ. എന്ത് കർമ്മം ചെയ്യുന്നതും, ഭക്ഷണം കഴിക്കുന്നതായാലും ശരി. ഞാൻ ചിന്മാനസ്വാമി പറഞ്ഞത് മലവിസർജനം ചെയ്യുന്നത് പോലും ഈശ്വരനാണെന്ന് വിചാരിക്കണം. കാരണം ഈശ്വര ശക്തി ഉണ്ടാവുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇത് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു. അവിടെ പറയുന്നുണ്ട് അവിടെയൊക്കെ അഹം വൈശ്വാനോരോ ഭൂത പ്രാണീന പ്രാണാപാന പ്രാണനെയും അപാനനെയും സമമാക്കിയിട്ട് ഞാനതൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കാര്യം അതാണ് ആര്? മൽകർമ്മകൾ. അപ്പോൾ അതിനാണെങ്കിലോ മൽപരമോ, എന്നിൽ വെച്ച് ശ്രേഷ്ഠനായിട്ട് വേറെ ആരുമില്ല. എത്ര പ്രാവശ്യം എന്നാണോ ഞാൻ പറയണത്, എന്നാലും പിന്നെ നമുക്ക് ഒരു വിഷമം തോന്നുന്നത്. കാരണം നമുക്കൊരു രൂപം വരിക, ഇത് വയ്യ. മൽപരമോ ചിലോ ഞാനാണ് ഏറ്റവുമായ പരമമായ ശ്രേഷ്ഠമായത് എന്ന് പറയുമ്പോൾ പൂർണ്ണതയാണത്. എങ്ങനെയാണ് ഒരു രൂപം വരിക? നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു രൂപം വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ വരുമ്പോൾ സങ്കുചിതത്വം വന്നു. ഇതല്ല ഈ ആൾക്കാർ സാധിക്കുള്ളൂ. മൽകർമ്മകൾ മൽപരമോ, അപ്പോഴാണ് ആരാവുക? മൽഭക്തനാവുക. ഇത് രണ്ടും ഉണ്ടാവണം. മൽകർമ്മകൾ, കർമ്മമൊക്കെ ഭഗവാന് വേണ്ടിയാണ്. എന്തിന്? മൽപരമോ, കാരണം ഭഗവാനാണ് ശ്രേഷ്ഠൻ എന്ന് വരുമ്പോൾ മാത്രമേ നിങ്ങൾ മൽഭക്തനാവുള്ളൂ. മൽഭക്ത. ഇത്
മൂന്നും ഉണ്ടായോ എന്നാൽ എൻ്റെ തെളിവ് എന്താ ചോദിച്ചു. അതോ സംഘവർജിത, സംഘം ഉണ്ടാവില്ല. സംഘം രണ്ടുണ്ടെങ്കിലല്ലേ ഒട്ടലുള്ളൂ, ഒന്നായിട്ട് ഒട്ടുകയില്ലോ. പൂർണ്ണനാണ് ഈശ്വരനെന്നും ഞാനും എന്ന് ആ ഭക്തന് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ സംഘം വർജിച്ചു, സംഘവർജിത. ആ സംഘം വർജിച്ചോ എന്നുള്ളതിന് എന്താ ഒരു ലക്ഷ്യം, ഒരു പ്രമാണം എന്താ? അതാണ് പറയുന്നത് നിർവൈര. ആരോടും വൈരുണ്ടാവില്ല. വൈരുണ്ടാവണമെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ട് ഒരാളോടെ വൈരം വയ്ക്കൂ. എന്നോട് എനിക്ക് വൈരുണ്ടാവാൻ വയ്യ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്തു എന്നതിൻ്റെ ലക്ഷ്യമാണ് സംഘവർജിതയും നിർവൈര. അതുമാത്രമല്ല, അയാൾ ഒരു നല്ല ഭംഗിയുള്ള ഭാഗം കൂടി പറഞ്ഞു, സർവഭൂതേഷു എന്നാ. ആളോടല്ല, അല്ലെങ്കിൽ ഭൂതം ജനിച്ചത് എന്തൊക്കെ ഈ ലോകത്ത് ഉണ്ടായോ അവരോട് ആരോടും വൈരില്ല. കാരണം എന്താവണം, അവരൊക്കെ എൻ്റെ ആളാ തോന്നിയാൽ പിന്നെ എങ്ങനെയാണ് പേരുണ്ടാവുക? എനിക്ക് എന്നെ നിന്ന് വിട്ട ആളാണെന്ന് തോന്നുമ്പോഴാണല്ലോ എനിക്ക് പേരുന്നത്. അതില്ല. ഇനി 12-ാം അധ്യായം വരുമ്പോൾ അവിടെയും 13-ാമത്തെ ശ്ലോകത്തിൽ ആണ് ഭക്തനെ വിശദീകരിക്കുക. ശ്രദ്ധിക്കേണ്ടതാക്കുക. വളരെ രസിയായിട്ട് പറഞ്ഞു. എന്താ ആരാ ഭക്തനുള്ളതിന്? പലതരത്തിലും നമ്മൾ നാമജലിലാണെന്നോ അല്ലെങ്കിൽ തീർത്ഥയാത്രയിലെന്നോ ഒന്നുമല്ല. ആദ്യത്തെ തുടങ്ങുക അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. അടുത്ത ശ്ലോകത്തിൽ അധ്യായത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം നിൽക്കാണ്. 7 ശ്ലോകം കൊണ്ടാണ് ഭക്തന്മാർ പറഞ്ഞത്. ആദ്യം പറയണത് അയാൾ തീർത്ഥയാത്ര ചെയ്യുന്നോ അല്ലെങ്കിൽ ദാനം ചെയ്യുന്നോ അല്ലെങ്കിൽ 1000 കാര്യങ്ങൾ ഇപ്പം നമ്മളെന്തൊക്കെയാണോ ഭക്തി വിചാരിക്കുന്നത് അതൊന്നും ഇല്ല. ആദ്യത്തെ വാക്കാണ് അദ്വേഷ്ട ആരോടും ദേഷിക്കില്ല. എന്നിട്ട് ഒരു വാക്കുകൂടി വെച്ചിരുന്നു, സർവഭൂതാനാം. സർവ മനുഷ്യാനാം എന്നല്ല, ഭൂതങ്ങൾ. ഇവിടെ എന്തെല്ലാം ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ സങ്കല്പിക്കുന്നു, അതിനോട് ഒന്നിനോട് പോലും അദ്ദേഹത്തിന് ദ്വേഷമുണ്ടാവില്ല. അത് ഇവിടെ നിർവൈര. നിർവൈര ആവണമെങ്കിൽ എന്ത് വേണം? രണ്ടില്ലത് വേണം. നിർവൈരനാവണം അല്ലെങ്കിൽ ആവണമെങ്കിൽ നിർമ്മമനാവണം. വേണ്ടേ? നിർമ്മമനാവണമെങ്കിൽ എന്ത് വേണം? നിരഹങ്കാരനാവണം. അങ്ങനെ അങ്ങോട്ട് പോവുക. അഹങ്കാരം, മമത, വൈരം, അങ്ങനെയാണ്. നിർവൈരം അതിലാണ്ടാവണമെങ്കിൽ അതെ, മമത നിർമ്മമനാവണം. നിർവൈരമില്ലെങ്കിൽ നിർമ്മമന്. മമത ഇല്ലാത്ത ആൾക്ക് വൈരില്ല, മമതയുള്ള ആൾക്കേ വൈരുള്ളൂ. അല്ലേ? ഞാൻ ആ നിർമ്മമനാവണമെങ്കിൽ എന്ന് വേണം നിരഹങ്കാരനാവണം. മനസ്സിലായില്ലേ? നിരഹങ്കാരൻ, നിർമ്മമൻ, നിർവൈരൻ, അങ്ങനെ ഒക്കുള്ളൂ. ഇതിൽ ഒന്ന് വിട്ടുപോയാൽ 3ഉം തെറ്റി. അപ്പോൾ ഇവിടുന്ന് അങ്ങടാണ് പറയുന്നത് ഇവിടെ ഭഗവാനെ. മറ്റത് ആദർശമല്ലേ, എന്താ ഈ നിരഹങ്കാരത്വം നിർമ്മമത്വമൊക്കെ. പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ കാണുന്നത് നിർവൈരത്വമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ അത് വെച്ചത്. അപ്പോൾ നിർവൈര സർവഭൂതേഷു എന്നും വെച്ചിരിക്കണം. ആരാണോ സ മാം ഏതി, അവൻ എന്നെ. എപ്പോഴും എന്നെ എന്ന് പറയുമ്പോൾ ഒക്കെ പൂർണ്ണതയെ എന്നർത്ഥം. കൃഷ്ണനല്ല, അവനല്ല പൂർണ്ണതയെ, അല്ലെങ്കിൽ കൈവല്യത്തെ, ആശ്രയത്തെ, നിരപേക്ഷത്തെ എന്തൊക്കെ നിങ്ങൾ പറയണോ അതിനെയാണ് മാം ഏതി പാണ്ഡവ. അവിടെ എത്തി അങ്ങനെ സാധിക്കും. അതുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഇത് ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇത് ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപ ദർശനോ യോഗ നാമോ ഏകാദശോധ്യായ. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.